അതല്ലടാ ബ്രോ, ഈ കഫ്റ്റീരിയയിലും പിന്നെ സൂപ്പർ മാർക്കറ്റിലും പണിയെടുക്കുന്ന പുള്ളിയുടെ അവസ്ഥ ചിന്തിച്ചു നോക്കിയേ. ഓരോ ലൈഫ് 12 മണിക്കൂർ പണിയെടുക്കണം, ലീവില്ല, ആൾക്കാർ വെട്ടിടുന്നുണ്ടാവും, എന്താ വരാൻ ലേറ്റായെന്ന് ചോദിക്കുന്നുണ്ടാവും. ഓർക്കൊരു സമാധാനം എന്നുള്ള ഒരു സംഭവം ഉണ്ടാവും. ഇത് ഈ വിഷയത്തിൽ നമ്മൾ ഭയങ്കര ബോധേടാണ്. പക്ഷെ ഈ ജനിച്ച സമയം തൊട്ട് പെണ്ണിനുള്ളിൽ പണിയെടുക്കുന്നുണ്ട്. ഒരു പെരുന്നാക്ക് വരെ ആ പെണ്ണുങ്ങൾക്ക് ലീവില്ല അല്ലെ? ഒരു പെരുന്നാക്ക് ലീവില്ല ഉമ്മാക്ക്. ഉമ്മ ഞമ്മല്ല കാലത്തണിച്ച് കുളിച്ച് പള്ളിക്ക് പോയി ഡ്രസ്സിലിട്ടിട്ട് വരുമ്പോഴത്തേക്കും ഉമ്മയുടെ ബിരിയാണി ചോറുണ്ടാവും, കോയാച്ചിക്കോനുണ്ടാവും. ഡ്രസ്സ് ഇടുമ്മ ചെല്ലി ഡ്രസ്സ് ഇട്ടിട്ട് കഴിഞ്ഞെങ്കിലും ഉമ്മാക്ക് ഒരുങ്ങിയിട്ട് പുറത്തിയാനില്ല. കാരണം പുറത്തേക്ക് വരുമ്പോൾ ഇവിടെ പാത്രം കയറ്റി വെക്കാനുണ്ട്, ടേബിൾ തുറക്കാനുണ്ട്, പൊരിൻ്റെ ഉള്ളിൽ അടിക്കാനുണ്ട്, വിരുന്നാളെ വരുമ്പോൾ അവർക്ക് ജ്യൂസ് ആക്കാനുണ്ട്. ഒരു ദിവസം ഉമ്മ ലീവാക്കുന്നൊക്കെ പണ്ടിനാ. ആ ഉമ്മ ഉറങ്ങുമ്പോ ചിന്ത എന്താ പറയുക, നാളെ എന്താക്കും, നാളെ സ്കൂളിലേക്ക് പോകുമ്പോൾ നിനക്ക് പത്തല്, ഓനക്ക് ചപ്പാത്തി, ഉപ്പാക്ക് ചോറാണോ, ആ പാത്രം പോകണം, ആ ടേബിൾ കൊടുക്കണം, ഇത് കഴിഞ്ഞ് പൊരിൻ്റെ ഉള്ളിൽ അടിക്കണം, കറിയും ചോറ് വെക്കണം. ഒരു റെസ്റ്റ് എന്ന് പറഞ്ഞ സംഭവം ഈ ഉമ്മാക്കില്ല. ഞമ്മക്ക് തലമ്പലെടുത്തു ഓഫീസിൽ നിന്ന് പ്രഷർ കയറി 2 ദിവസം നമ്മൾ ലീവാക്കി. ആഴ്ച 2 ദിവസം ലീവില്ലാത്ത പണി ഞമ്മക്കാവൂല. കഫ്റ്റീരിയക്ക് എന്താ പണിയായിട്ട് നോക്കാത്തത്? കഫ്റ്റീരിയക്കാരുടെ പണി ലീവില്ലാത്ത പണി. കൊല്ലത്തിൽ 1 മാസം അവർക്ക് ലീവ് ഉണ്ട് നാട്ടിലേക്ക് പോകാൻ. ഉമ്മാക്ക് എങ്ങനെ ലീവ് ആയിട്ടുള്ളത്? ഉമ്മാരുടെ പ്രഷറാവല്ല. നീ എത്ര കുൽമാനും കൂക്കലും വിളിയാക്കിട്ട് പോയെങ്കിൽ അഫ്നു, നീ ഇപ്പൊ ഒരിക്കൽ വന്നിട്ട് കേറുന്നവരെ ഉമ്മ ഉറങ്ങല. എത്ര ഉറങ്ങീന്ന് പ്രഷറിൽ പറഞ്ഞെങ്കിലില്ല, ആ ഉമ്മാന്റെ കണ്ണടിച്ചിട്ട് മാത്രം ഉണ്ടാവും, ഉറങ്ങിയിട്ടുണ്ടാവില്ല. കാരണം ഉമ്മാന്റെ മനസ്സ് തമ്പിക്കേയില്ലടാ. അന്നെങ്കിലും ഞമ്മൊന്നും മനസ്സിലാക്കും. നമുക്ക് ഉമ്മ എന്നുള്ള കേറുന്നേ ഇല്ലടാ. ബാക്കിയുള്ള ആളെ സ്ക്രീനിൽ കാണുമ്പോൾ നമുക്ക് ഭയങ്കരമാണ്, യാ അല്ലാഹ് ഉമ്മാനെ സ്നേഹിക്കുന്നവന്. മറ്റേ ഈലെല്ലാം കാണുമ്പോഴത്തേക്ക് ഭയങ്കര ലൈക്കിൽ ഇട്ട് കൊടുത്ത്. മദേഴ്സ് ഡേക്ക് ഭയങ്കര പെരുന്നാക്ക് ഉമ്മാന്റെ ഫോട്ടോ തപ്പി എടുക്കുക നമുക്ക് ഗാലറിയിൽ നിന്ന് ഇടാൻ വേണ്ടിട്ട്. ഒരു കിസ്സ് ഉണ്ടാവും. ഒരിക്കലും ഉമ്മാനെ നമ്മൾ ജീവിതത്തിൽ നേരിട്ടൊന്ന് പിടിച്ചിട്ട് ഹഗ്ഗാക്കിയിട്ട് എൻ്റെ ഉമ്മാനെ ചെലുത്തൊന്ന് മുത്താന് ഭയങ്കര നാണക്കേട്. അത് നമുക്ക് ഭയങ്കര നാണക്കേടുള്ള കഥ. ഉമ്മാനോട് ഒരു ഐ ലവ് യു പറയാൻ ഇപ്പവും ഞമ്മക്കും നമ്മളെ പോലത്തെ ആൾക്കാർക്ക് കയ്യനടാ. ഞമ്മളും വന്ന് പറയുമ്പോ ഒറ്റ ഉണ്ടാണ് നിൽക്കാടെ. എപ്പോഴും ഉമ്മാടെ നേരം ഉണ്ടല്. ഈ ഉമ്മാന്റെ ബലറിയൽ എപ്പറടാ ഉമ്മ ഇല്ലാതാണ്. അത് ഒരിക്കലും ചിന്തിച്ചെങ്ങെത്തല. ഉമ്മാന്ന് വിളിക്കുമ്പോഴത്തേക്ക് എന്തടാന്നൊരു പിടിയില്ല ഉമ്മാന്റെ. അത് ഇല്ലാത്താന്നൊരു ദിവസം ഞാൻ അറിയൂടാ ആ ഉമ്മാന്റെ വില. അന്ന് കഴിഞ്ഞൊരു ഗുണമില്ലടാ. ആ ഉമ്മാനോട് പിരിസ ഉണ്ടെങ്കിൽ ഇപ്പോടെ നമ്മ കാണിക്കേണ്ടത്. ഇപ്പോ ആ ഉമ്മയുടെ പറയണ, ഉമ്മ ഞങ്ങൾക്ക് പൊരുത്തപ്പെട്ടു ഉമ്മ, ഞാൻ അറിയാത്ത ഉമ്മാനെ നൊമ്പിലാക്കിയിട്ടുണ്ടാവാന്തോ ബുദ്ധി ഇല്ലാത്തപ്പോ പൊരുത്തപ്പെട്ടു ഉമ്മ എന്ന് ഞമ്മ ഉമ്മാനോട് ചെല്ലണോ. ഉമ്മ അറിയണോടാ ഇത് പിരിസാക്കുന്നുണ്ട്. നമ്മ ഇങ്ങനെ പൊരുത്തം മാത്രം ചോദിച്ചാൽ പോരാ, നമ്മക്ക് പിരിസ് നമ്മ ബാക്കിയുള്ള ആൾ കാണിക്കുന്നതിനാട്ടി കൂടുതൽ ഉമ്മാനോട് കാണിക്കണം. നമുക്ക് ഉള്ളിൽ ഇഷ്ടമുണ്ട് ഉമ്മാനോട്. അത് ഉമ്മ നമ്മളോട് ഒരു 100% ഉമ്മ നമുക്ക് കാണിക്കുന്നുണ്ട്. നമ്മ അതിന്റെ ഒരു 50% അങ്ങോട്ട് കാണിക്കണം. ഇടയ്ക്കിടയ്ക്ക് ഉമ്മാനോട് പോയിട്ട് സംസാരിക്കണം, ഉമ്മാന്റെ അടുത്തിരിക്കണോ, ഉമ്മാന്റെ കാല് പിടിക്കണോ, ഉമ്മാക്ക് കാല് മസാജ് ആക്കി കൊടുക്കണോ, കൈ മസാജ് ആക്കി കൊടുക്കണോ, തല മസാജ് ആക്കി കൊടുക്കണോ. അപ്പൊ ഉമ്മാക്ക് ഉള്ളിലൊരു ചിന്ത വരും, എൻ്റെ മക്കാൻ്റെ ഒക്കെ ഉണ്ട് എന്നുള്ള ചിന്ത. അല്ലാതെ ഉമ്മ വിചാരിക്കുന്നത് എന്ത്, ഓറുണ്ട്, ഓർക്ക് അവനെ പറ്റി വലിയ ഇതില്ല, പക്ഷെ എൻ്റെ മക്കല്ലേ എന്ന് പറഞ്ഞിട്ട് ഉമ്മ അഡ്ജസ്റ്റ് ആക്കിയിട്ട് നിൽക്കുന്നത്. നമ്മ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പോയിട്ട് ഉമ്മാന്റെ അടുത്ത് ഇരുന്നിട്ട് ഉമ്മാന്റെ അടുത്ത് കിടന്നിട്ട് വിഷയം പറയുമ്പോൾ ഉമ്മാക്കൊരു സമാധാനമാണ്. ഉമ്മക്ക് അതന്നെ മതി, മരുന്നൊന്നും വേണ്ട ഉമ്മാക്ക്. മനസ്സിലായ? ഇതന്നെ മതി. പിന്നെ ചില ആൾക്കാരുണ്ട്, ചോടി വരുന്ന സമയത്ത് ഉമ്മാനോട് പൊട്ടിത്തെറിക്കും, എന്നിട്ട് കുറച്ചങ്ങോട്ട് എത്തിയിട്ട് ഒരു 2 സെക്കൻഡ് കഴിയുമ്പോൾ നോക്കി ബേജാറായി. ഒറ്റപ്പെട്ടുമ്മ എന്നെ അറിയാതെ പൊട്ടിത്തെറിച്ചത്. എന്റെ ഉമ്മാനെ കാല് പിടിച്ചെങ്കിൽ, എന്റെ ഉമ്മാനെ കാല് പിടിച്ചിട്ട് മുത്തിയെങ്കിൽ, എന്റെ ഉമ്മാനൊന്ന് ഹഗ്ഗാക്കിയെങ്കിൽ ഇപ്പോഴത്തെ പിള്ളമാർക്ക് നാൺക്കേട്. അതെങ്ങനെ ഉമ്മ അല്ലേന്ന് നാൺക്കേട്, ഉമ്മ അല്ലേന്ന്.